മനസ്സ് നീറുകയാ. അറിയാം. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? മഹാ അപരാധിയായിട്ട്. വിഷമിക്കരുതെന്ന് പറയുന്നില്ല, പക്ഷേ ആത്മഹത്യയെക്കാളും. എങ്കിലും തെറ്റല്ലേ? അതെ, ഒരു ചെറിയ തെറ്റ്. ജീവിക്കാൻ വേണ്ടി. എല്ലാം ദൈവത്തിനറിയില്ലേ? കഴിയുമെങ്കിൽ ഇനി ഇത് ആവർത്തിക്കരുത്. ആ മുടി ഒതുക്കി വയ്ക്ക്. വാ, പോവാ. മുരുകൻ പൊയ്ക്കോ. എനിക്കിന്ന് ഒറ്റയ്ക്കൊന്ന് നടക്കണം. കാശിനു വേണ്ടി ആദ്യമായിട്ട് മടിക്കുത്തഴിച്ചതിൻ്റെ ക്ഷീണമുണ്ട് എനിക്ക്. എല്ലാം മറക്കുവോളം നടക്കണം. അച്ഛനും ആങ്ങളെയും ചേർന്ന് വെട്ടിത്തെളിച്ചു തന്ന പാതയാണല്ലോ. ദാ, ഇത് വെച്ചോ. വേണ്ട, എനിക്കിത് വേണ്ട. എനിക്കും ഒരു പെങ്ങളുള്ളതാ. നിന്നെ ജഡമാക്കിയതിൻ്റെ ഓഹരി എനിക്ക് വേണ്ട. നിന്റെ പട്ടിണി അകറ്റാൻ വേറെ വഴി കാണാഞ്ഞിട്ടാ ഞാൻ കൂടെ വന്നത്. പട്ടിണി കിടന്ന് ചത്താലും എനിക്കിത് വേണ്ട. മുരുകനും മാറിയിരിക്കുന്നു. അല്ല, ഈ മാറ്റം അത് കാലത്തിൻ്റെ അനിവാര്യതയാണ്. ഈ ലോകത്ത് മാറാത്തതായി എനിക്കിപ്പോൾ ഒരാളെ മാത്രമേ അറിയൂ. എൻ്റെ സഖാവിനെ. വീണ്ടും മഴ ദൈവങ്ങൾ ആർത്തട്ടഹസിക്കുകയാണ്. അവരെൻ്റെ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് എന്നെ കൊണ്ടുപോവാൻ വന്നതാവും. മഴയുടെ ഈ ആർത്തിരമ്പൽ എനിക്കെപ്പോഴും ഇഷ്ടമാണ്. ഇഷ്ടമെന്നല്ല പറയുക, ഒരുതരം ഭ്രാന്തമായ പ്രണയം. പുതുമഴയേറ്റ മണ്ണിൻ്റെ ഗന്ധം എത്ര വശ്യമാണെന്നോ. ഇന്നെൻ്റെ മൗനത്തിൻ്റെ വിങ്ങലാണ് മഴയെങ്കിൽ അന്നൊക്കെ ആ മഴ പെയ്തിറങ്ങിയത് നിറമുള്ള സ്വപ്നങ്ങളോടൊപ്പമായിരുന്നു. മഴയ്ക്ക് കോട്ടിനായി വന്നിരുന്നത് എൻ്റെ പ്രണയവും. കല്യാണം കഴിഞ്ഞ എന്റെ കാര്യം പോക്കാവുന്ന തോന്നുന്നു. എന്തേ, നിനക്ക് പേടിയുണ്ടോ? ഇല്ലാണ്ടില്ല. പിന്നെ എന്റെ സഖാവീട്ടും കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നേ? എന്തേ, സഖാവീട്ടിന് പേടിയുണ്ടോ? നീയല്ലേ കൂടെയുള്ളത്, ഏത് സഖാവും പേടിച്ചു പോകും. എടാ, നമ്മുടെ കലാജാഥ പലരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട്. നിന്റെ കാര്യത്തിൽ എനിക്ക് പേടി. വേണ്ട, അതൊക്കെ പറഞ്ഞ എനിക്ക് പേടിയാവും. അയ്യേ, ഇത്രയുള്ള നിന്റെ ധൈര്യം? ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടിരുന്നോ, എന്നെ വല്ല ഉദ്യോഗസ്ഥരും വന്ന് കല്യാണം കഴിച്ചോണ്ട് പോവും. ആരെങ്കിലും കെട്ടാൻ വന്നാൽ നീ പറഞ്ഞാ മതി നീ ഈ സഖാവിൻ്റെതാണെന്ന്. കളി പറഞ്ഞതല്ല, കാര്യായിട്ടാ. വീട്ടിൽ ആലോചന തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ പെൻഷൻ ആയപ്പോ കിട്ടിയ കാശും പുരയിടം വെച്ച് ബാങ്ക് വായ്പ എടുത്ത കാശും കുറിക്കമ്പനിയിൽ ഇട്ടിരിക്കുക എന്റെ കല്യാണത്തിന്.
നീ ഇത്രയും നേരം എവിടെ തെണ്ടി അടക്കായിരുന്നു? അത് സഖാവേട്ടന്റെ കയ്യില് സഖാവേട്ടൻ്റെ കയ്യില് പുതിയ കവിത കൊടുക്കാൻ പോയതാ. ഇനി അതുണ്ടാക്കിയിട്ട് വേണം. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. നീ ഭൂലോക ഗുണാണ്ടർ ചമയാനാ ഭാവം? വലിച്ചു കീറിക്കളയും. വല്ലവന്മാരുടെ കൂടെ നാടകം കളിച്ച് അഴിഞ്ഞാടി നടന്ന അസത്തെ. മോളെ, അമ്മ ഞാൻ മോള് കാര്യാക്കണ്ട. അച്ഛന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. നിന്നെ നിന്റെ സഖാവേട്ടനെയും ചേർത്ത് അങ്ങയിലെ ഗോവിന്ദൻ അച്ഛനോട് ഏതാണ്ട് പറഞ്ഞു. അതിന്റെ വേദനയാ. ഞാനെല്ലാം അമ്മയോട് പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും അതൊന്നും അച്ഛൻ അറിയില്ലല്ലോ. അല്ലേലും അച്ഛനിപ്പോ എന്നോട് ഒട്ടും സ്നേഹമില്ല. ആരാ പറഞ്ഞ അച്ഛന് നിന്നെ ഇഷ്ടമല്ലാന്ന്? അച്ഛനാകെ വിഷമത്തിലാ. ഇന്ന് ദണ്ണ അല്പം കൂടും. എന്തേ ഇന്ന് അച്ഛൻ ചോദിച്ചൊന്നും കൊടുത്തില്ലേ ദണ്ണം കൂടാൻ? പോടി അവിടുന്ന്. ചേച്ചി, ചേച്ചി കഥൂറ്റിയിടായിരുന്നു ഉറങ്ങുക. ഇത് എന്ത് പറ്റി? ചേച്ചി പണ്ട് എഴുതിയൊരു കവിത ദേ ഇതിലുണ്ട്. നീ പോകുമ്പോ കഥ കടച്ചേക്ക്. ഞാൻ പോയേക്കാവേ. വീട്ടിലെ ഒരു ജോലിയും ചെയ്യത്തില്ല. ഇങ്ങോട്ട് വന്ന് ഈ കടുവെങ്കിലും ഒന്ന് വാർത്തേ. ഓ പിന്നെ നീ എന്തെടുക്ക അവിടെ? ഇങ്ങോട്ട് വന്ന് ഈ തേങ്ങ ഒന്ന് ചെറുണ്ടിക്കേ. ഞാൻ കുളിക്കാൻ പോവാ. എന്താ നോക്കുന്നേ? കണ്ടിട്ടില്ലേ? വെള്ളം നിറഞ്ഞ് കളയുവാ. നീ എന്തെടുക്ക അവിടെ? അച്ഛൻ കണ്ട അത് മതി. ഞാൻ പോവാ. ഇത്തിരി കൂടി പോകുന്നുണ്ട്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നടക്കാൻ വയ്യല്ലേ? ചുമ്മാ ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ. പോയി നീരാട്. അവനെ എനിക്കൊന്ന് കാണണം. പിന്നെ നാടകമൊന്നും തേങ്ങ എന്നൊക്കെ പറഞ്ഞാണെന്ന് പെണ്ണ് വഷളായി. എന്തൊരു പോക. ആ പോയ കാര്യം എന്തായി? എന്താവാൻ, പഴയപടി തന്നെ. നീ വിഷമിക്കണ്ട. ഇത് പോയെങ്കിൽ പൊയ്ക്കോട്ടെ. വേറെ നല്ലതൊന്ന് ദൈവം നിനക്കായി കരുതി വെച്ചിട്ടുണ്ട്. ദൈവം തേങ്ങ കൊല അവിടെ എനിക്ക് തരാൻ തള്ളി പിടിച്ചോണ്ടിരിക്കുകയല്ലേ? മോനെ, ജോലി വേണമെങ്കിൽ പണം കൊടുക്കണം, അല്ലെങ്കിൽ പെങ്ങളെ കൂട്ടി കൊടുക്കണമെന്ന് പന്നികള്. എന്താടി ഒരിളക്കം? ഒരാഴ്ചയായി ഈ കരച്ചിലും വിളിയും തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ഇതുവരെ കഴിഞ്ഞില്ലേ? എന്റെ അമ്മ ഇങ്ങനെ കരയല്ലേ? എനിക്കത് സങ്കടാവില്ലേ? എനിക്കെല്ലാം കളിയാ. ഉള്ള കിടപ്പാടം കൂടി പണയം വെച്ച ആ മഹാഭാവിയുടെ കുറിക്കമ്പനിയിൽ ഇട്ടത് അതിങ്ങനെയായി. അമ്മേ, ഇങ്ങനെ നാടക നടികളെ പോലെ മോങ്ങിക്കൊണ്ടിരുന്ന കാശ് കിട്ടുവോ? അച്ഛന് കള്ളു കുടിക്കാൻ ഒരു കാരണം കിട്ടിയത് മാത്രം മിച്ചം. എഴുന്നേറ്റെ, എഴുന്നേക്കമ്മേ. പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ കാശ് കിട്ടാൻ അവരെന്തെങ്കിലും വഴി കണ്ടെത്തും. അവനെ പിടിച്ചിട്ട് 5 ആയി. ആ മഹാഭാവിയുടെ കയ്യിലെ കാശൊന്നും ഇല്ലെന്ന് അവര് പറയുന്നേ. അങ്ങനെ വരത്തുള്ളൂ. എന്നെ വിഷമിപ്പിച്ച കാശാണത്. പെൻഷനിൽ നിന്ന് ആകെ 1 ലക്ഷമല്ല ഞാൻ ചോദിച്ചോളൂ ആ SI പോസ്റ്റ് വാങ്ങാൻ.
തരാതെ കൊണ്ട് തള്ളിയല്ലേ. അനുഭവിച്ചോ അനുഭവിച്ചോ. കിടക്കണ കിടപ്പ് കണ്ടില്ലേ, ആനന്ദ ലഹരിയില് ശവം. വേണ്ട, അച്ഛനെ കുറിച്ച് ഇനി ഒരക്ഷരം മിണ്ടരുത്. നീ അകത്ത് പോ. ഓ എത്തിയല്ലോ ന്യായീകരിക്കാൻ. ഇത്ര നേരം എവിടെ ആയിരുന്നടി? നാടകത്തിന്റെ റിഹേഴ്സലിനും തന്തേ പോലെ തന്നെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിക്കാൻ, ആ കള്ള തെണ്ടിയുടെ കൂടെ സഖാവ് വിളിക്കാൻ ഒരു പെട്ടോള്. എവിടെയെങ്കിലും പോയി തോലേ. മോള് വിഷമിക്കണ്ട. അവന്റെ വിഷമം കൊണ്ട് ഇവിടെ എല്ലാരും സമനില തെറ്റി നിൽക്കുക.